വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നിങ്ങളൊന്ന് ഇരുത്തി കാണണം. കാരണം നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്കറിയാം, വേർഡ് മീനിങ്സ് അറിയാം, അതുപോലെ തന്നെ എല്ലാ രൂപങ്ങളും അറിയാം വെർബിന്റെ. എന്നാലും നമുക്കൊരു ഡൗട്ട് വരും അല്ലേ, ഇതെങ്ങനെയാണ് ഒരു സെന്റൻസിനെ ഒന്ന് മുഴുവിപ്പിക്കണേന്ന് അല്ലേ. അപ്പോൾ ഇന്ന് ഒരൊറ്റ വേർഡ് കേട്ടോ, ഒരൊറ്റ വെർബ് മാത്രമേ ഞാൻ ക്ലിയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് എല്ലാ വെർബിന്റെയും ഈ എല്ലാ രൂപങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയും ഇന്നത്തെ ക്ലാസ് ഒന്ന് കേട്ടു നോക്കണം. ഓക്കെ, ശരി. ആദ്യം തന്നെ കർണ. കർണ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യുക എന്നാണ് അതിന്റെ മലയാളം മീനിങ് അല്ലെ. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക. ഇപ്പൊ നമ്മള് ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അതുപോലെ തന്നെ പഠായി കർണ എന്ന് പറഞ്ഞാൽ പഠിക്കുക. അപ്പൊ ഈ കർണ എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ചെയ്യൂ എന്നെങ്ങനെയാ പറയണേ? കരോ അല്ലെ. കരോ എന്ന് പറഞ്ഞാൽ ചെയ്യൂ. അപ്പൊ ഞാൻ ചെയ്തു എന്നെങ്ങനെയാ പറയണേ? കിയ എന്നാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കിയ എന്നും കർദിയ എന്നും കർലിയ എന്നും കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരേ അർത്ഥമാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ചെയ്തു എന്ന് പറയുന്നതിന് ഇങ്ങനെയെല്ലാം പറയാം എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ കിയ. ഇനി നമ്മൾ ചെയ്തിരുന്നു എന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ? അത് ഞാൻ ചെയ്തിരുന്നു. വോ മേനെ കിയ ഥ. അപ്പോൾ അവിടെ ഥ വന്നു. ഈ ഥ ഥി തേ ഇതെങ്ങനെയാണ്? സ്ത്രീലിംഗവും പുല്ലിംഗവും അതുപോലെ തന്നെ ബഹുവചനവും നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് അല്ലെ. അപ്പോ കിയാഥ എന്ന് പറഞ്ഞാൽ ചെയ്തിരുന്നു എന്നായി. ഓക്കെ, ഇനി നമുക്കൊരു സാഹചര്യം ഉണ്ട്, ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞു എന്ന് എങ്ങനെയാ പറയാ? കേട്ട് കാണും. ചുക്ക എന്നൊരു വാക്ക് അല്ലെ. കർ ചുക്കാ ഹേ. ഇപ്പൊ ഒരു സെന്റൻസ് പറയാനേ, അവൻ അവന്റെ ജോലി ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വോ അപ്നാ കാം കർ ചുക്കാ ഹേ. വോ അപ്നാ കാം കർച്ചുക്കാഹെ എന്ന് പറഞ്ഞാൽ അവനവരുടെ ജോലി ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ്, പക്ഷെ നമുക്ക് അതിന്റെ മീനിങ്ങിന് ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ചുക്ക ഹോഗ എന്നൊരു വാക്ക് കേൾക്കാം. അതെന്താ? കർ ചുക്ക ഹോഗ എന്ന് പറയുന്നത് നമുക്കറിയില്ല, കഴിഞ്ഞു എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. അതാണ് കേട്ടോ. കർ ചുക്ക ഹോഗ എന്ന് കേൾക്കുമ്പോൾ അതാണ്. കേൾക്കുമ്പോഴല്ല നിങ്ങളത് ഉപയോഗിക്കുകയാണ് വേണ്ടേ. എല്ലാ എന്താ പറയുക വേർബ്സിന്റെ കൂടെ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. ഇപ്പോ ഖാന കാച്ചുക്ക ഹോക. നമ്മൾ മക്കളൊക്കെ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്ന് പറയില്ലേ. ഖാന കാച്ചുക്ക ഹോക. അതുപോലെ തന്നെ സ്കൂൾ പहुंचുക്ക ഹോക എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിൽ എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല അല്ലെ. നമ്മളൊരു ധാരണ പറയുകയാണ്, ടൈമായി ഇപ്പൊ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവും അങ്ങനെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഞാൻ താ തേ തീ പറഞ്ഞ പോലെ തന്നെ ചുക്ക ചുക്കേ ചുക്കി ഇതും അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്ന സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനവും റെസ്പെക്ട് കൊടുക്കുന്നതൊക്കെ നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ക്ലാസ്സിലും അത് പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ശരി, ഇനിയിപ്പോ നമ്മള് എന്താ പറയാ, ആരും ചെയ്യുന്ന റൈറ്റ് നൗ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കർ രഹാ ഹേ. വോ പടായി കർ രഹാ ഹേ. അല്ലെങ്കിൽ ഇവിടെ ചുക്ക ചുക്കേ പറഞ്ഞ പോലെ തന്നെ രഹ രഹി രഹേ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. താ തേ തീ ചുക്ക ചുക്കേ ചുക്കി അതുപോലെ തന്നെ രഹ രഹേ രഹി. ഇതെല്ലാം സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനമൊക്കെ നോക്കിയിട്ട് വെക്കുന്നതാണ്. അതിലൊന്നും നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയല്ലേ പറയാം. അതിന് പറയുന്നത് കർ രഹാ ഹേ എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരഹാഹെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾ രഹാഹെ അല്ലെങ്കിൽ കേൾ രഹീഹെ. അവളാണെങ്കിൽ കേൾ രഹീഹെ. അവർ ആണെങ്കിൽ കേൾ രഹേഹെ. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോ ഇന്ന് കർണ എന്നുള്ള ഒറ്റ വേർഡാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. ഒറ്റ വേർബാണ്. നിങ്ങൾ എല്ലാ വെർബിലും ഇതുപോലെയുള്ള രൂപമാറ്റം വരുത്തേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് പറയാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? കർ രഹാഹെ, നമ്മളപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി കർത്താഹെ, അതും ചെയ്യുകയാണെന്നാണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഓ പടായി കർത്താഹെ. അതല്ലെന്നുണ്ടെങ്കിൽ ഓ കാം കർത്താഹെ, അവൻ ജോലി ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് വരുന്നത്, മനസ്സിലാക്കണം കേട്ടോ. ശരി, ഇനിയിപ്പോ നമ്മൾ പറയുന്ന മറ്റൊരു ഫോം എന്താണ്? ചെയ്യും. ചെയ്യും അല്ലെങ്കിൽ ചെയ്യാം എന്ന് പറയും. ഇതാണ് എല്ലാവർക്കും ഡൗട്ട്. ഞാൻ പല പല ക്ലാസ്സുകളായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പറയാണ്, ഇതിലൊരു 3 സെറ്റ് ഉണ്ട് ചെയ്യും എന്ന് പറയുന്നിടത്ത്. ആ 3 സെറ്റ് എങ്ങനെയാണ്?
കരുങ്ക കരുങ്കി അതാണ് ഒരു സെറ്റ്. എന്താണത്? സ്ത്രീലിംഗവും പുല്ലിംഗവും. കരുങ്ക എന്ന് പറഞ്ഞാൽ മേ കരുങ്ക എന്ന് പറയുന്നത് ആണുങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ മേ കരുങ്കി ഞാൻ ചെയ്യും, അതാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറയുന്ന സ്ത്രീലിംഗം. ഓക്കെ, അപ്പോൾ കരുങ്ക കരുങ്കി എവിടെയാ പറയണ്ടേ? മേം പറയുമ്പോഴാ, ഞാൻ പറയുമ്പോഴാ. മനസ്സിലായോ? ഇനി അവൻ ചെയ്യും അവൾ ചെയ്യും എന്നാണെങ്കിലോ കരേക കരേകി, അതാണ് കരേക കരേകി. അതുപോലെ തന്നെ കരേങ്കെ കരേങ്കി, അത് അവർ എന്ന് വരുമ്പോഴാണ്. മനസ്സിലായോ? അവർ സ്ത്രീലിംഗമാണെങ്കിൽ കരേങ്കി, അവർ പുല്ലിംഗമാണെങ്കിൽ കുറെ ആളുകൾ അത് ജെൻസ് ആണെന്നുണ്ടെങ്കിൽ കരേങ്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ 6 വാക്ക് കേട്ടാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. എന്താണത്? ചെയ്യും അല്ലെങ്കിൽ ചെയ്യാം എന്നൊക്കെ അർത്ഥം വരുന്ന ഫ്യൂച്ചറാണ്. ഓക്കെ, ക്ലിക്കായോ? ഇനിയിപ്പോ നമുക്ക് എന്താണ്? ചെയ്യാമായിരുന്നു അങ്ങനെ പറയില്ലേ? ചെയ്യാമായിരുന്നു. എന്താണ്? കർ സക്തേ തേ. കർ സക്തേ തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാമായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഒരുപാട് ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരുപാട് രൂപങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് തന്നെ മറ്റെല്ലാ വേർബ്സിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യമാണോ, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണോ, ചെയ്യുന്ന കാര്യമാണോ, അതുപോലെ ചെയ്ത് കഴിഞ്ഞ കാര്യമാണോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. ബോൽന പറയുക, കേൾന കളിക്കുക. അപ്പോ ബോൽത്താ ഹേ പറയുന്നു, കേൾത്താ ഹേ കളിക്കുന്നു, ബോൽ രഹാ ഹേ പറയുകയാണ്, കേൾ രഹാ ഹേ കളിക്കുകയാണ്. അതിന്റെ മുൻപിൽ ആരാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയണ്ടേ. ഓ കേൾ രഹാ ഹേ കേട്ടോ. അതുപോലെ തന്നെ ഓ ബോൽ രഹി ഹേ, പെണ്ണാണെങ്കിൽ രഹി ഹേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓക്കെ. പിന്നെ ബോല പറഞ്ഞു, കേല കളിച്ചു, ബോലാത്ത പറഞ്ഞിരുന്നു, ഖേലാത്ത കളിച്ചിരുന്നു. അതുപോലെ തന്നെ ബോൽ ചുക്കാ ഹേ പറഞ്ഞു കഴിഞ്ഞു, കേൽ ചുക്കാ ഹേ കളിച്ചു കഴിഞ്ഞു. ഇനി ബോൽ ചുക്ക ഹോക, ബോൽ ചുക്ക ഹോക അവനവനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ കേൽ ചുക്ക ഹോക കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്താ നമ്മൾ പറഞ്ഞേ? പറയാമായിരുന്നു, ബോൾ സക്തേത്തെ കളിക്കാമായിരുന്നു, കേൾ സക്തേത്തെ. മനസ്സിലായോ? അപ്പൊ ഇനി പറയും അല്ലെങ്കിൽ പറയാം, ബോലൂങ്ക കേലൂങ്ക അല്ലെ. അതുപോലെ തന്നെ ബോലേഗ കേലേഗ, ബോലേങ്കെ കേലേങ്കെ. ഇതിന്റെ തന്നെ സ്ത്രീലിംഗവും പറയണം. ബോലൂങ്കി, കേലേഗി, കേലേങ്കി. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ കർണ പറഞ്ഞ അതുപോലെ തന്നെയാണ്, ആ സെയിം രൂപം തന്നെയാണ് ബോലിനേലും കേലിനേലും നമ്മൾ പ്രയോഗിച്ചത് അല്ലെ. നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്ര രൂപമാറ്റങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 10 ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, അതിൽ 100 വേർബ്സ് ആണ് പറഞ്ഞു തരുന്നത്. 100 വേർബ്സും അതിന് പല പല രൂപങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും, വളരെ എളുപ്പമാണ്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ശരി, അപ്പോൾ ആപ്ലോ കോശിഷ് കർത്തേ രഹോ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ശരി. അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.